മഹാരാഷ്ട്ര രത്നഗിരിയിൽ 19 വയസ്സുകാരെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു മൂവരെയും കസ്റ്റഡിയിലെടുത്തത്. കൃത്യത്തിൽ ഇവർ പങ്കെടുത്തെന്ന സംശയത്തെ തുടർന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. രത്നഗിരി സർക്കാർ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായി വിളിച്ച ഓട്ടോയുടെ ഡ്രൈവർ ബലാത്സംഗം ചെയ്തതാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ പരാതി. അബോധാവസ്ഥയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ വൈദ്യപരിശോധനയിൽ ബലാത്സംഗം സ്ഥിരീകരിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ പെൺകുട്ടിയുടെ മൊഴിയിലെ ചില പൊരുത്തക്കേടുകൾ അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. രത്നഗിരി സർക്കാർ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായി വിളിച്ച ഓട്ടോ ഡ്രൈവർ മയക്കുമരുന്ന് കലർത്തിയ വെള്ളം നൽകി ബോധം കെടുത്തി പീഡിപ്പിച്ചെന്നായിരുന്നു നേരത്തെ പോലീസിനെ അറിയിച്ചത്. എന്നാൽ മുഖത്ത് എന്തോ സ്പ്രേ ചെയ്ത് ബോധം കെടുത്തിയെന്ന് പിന്നീട് മൊഴി മാറ്റി. കുറ്റക്കാരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് രത്നഗിരിയിൽ നാട്ടുകാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും പ്രതിഷേധം തുടരുകയാണ്. ഇതേ തുടർന്ന് രത്നഗിരി ജില്ലാ ആശുപത്രി താൽക്കാലികമായി അടച്ചു. 24 മുംബൈ.